ഉദ്ദേശം നമ്മളെ എത്ര കാലം ചോര കുടിച്ച ഗണേശ് പത്തനാപുരമാണെങ്കിൽ ഞാൻ എന്റെ പ്രചരണം 71 മണ്ഡലത്തിൽ പോയി എന്ന് പറയാം. അതില് തുടങ്ങിയതും ഈ തമാശ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് UDF വന്നാൽ കൊള്ളാമെന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, രാവിലെ എണീച്ചാൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കോമാളിത്തരങ്ങൾ കാണിക്കും. അപ്പം നമുക്ക് നല്ല നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ആദ്യം കോമാളിത്തരം കാണിച്ചത് നിങ്ങളുടെ അച്ഛനാണെന്ന് പറഞ്ഞാലോ? ഈ ഗണേഷ് കുമാറിന്റെ അച്ഛനായിരുന്നല്ലോ കോൺഗ്രസിലെ നേതാവും കാര്യങ്ങളൊക്കെ. ആ ഒരു പാത പിന്തുടർന്നല്ലേ ഗണേഷ് കുമാറെ താങ്കളും രാഷ്ട്രീയത്തിലോട്ട് വന്നത്. അത് താങ്കൾ മറന്നു കാണുമോ? എന്തായാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ വ്യക്തി തോറ്റു പോകുന്നു. ഞാൻ എൻ്റെ വീഡിയോയിലകത്ത് ഈ അടുത്ത സമയത്ത് ഗണേഷിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പോലും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയായാലും ചിലപ്പോൾ ജയിക്കും, പക്ഷേ തോപ്പിക്കണം ഇതുപോലൊരു മന്ത്രി നമുക്ക് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദ്രോഹിച്ചത് ഒരു മനുഷ്യരും മറന്നിട്ടില്ല. CBIയുടെ റിപ്പോർട്ടിലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നല്ല മനുഷ്യനാണ്, അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയെ കൊടുത്തത്. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ സരിത എന്ന് പറയുന്ന ഒരു പെണ്ണിനെ, പുള്ളിക്കാരൻ കൊണ്ട് നടന്നൊരു പെണ്ണിനെ മുൻനിർത്തി ഗെയിം കളിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കിയത്. മരിക്കുന്നതിന് 1 മാസം മുമ്പ് CBI റിപ്പോർട്ട് ഇരുന്ന് വായിച്ചു ഉമ്മൻചാണ്ടി. വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചങ്ക പൊട്ടിയത്. അയാൾ നിരപരാധിയാണ്. അയ്യോ, അയാളെന്ന് പോലും പറയുന്നത് അദ്ദേഹം നിരപരാധി. അതിൻ്റെ ഫലമാണ് ഇവൻ അനുഭവിക്കുന്നത്. അങ്ങനെ തന്നെ പറയണ അതിൻ്റെ ഫലം ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിലെ 10 വർഷത്തെ ഭരണം വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇച്ചിരി കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഗണേഷ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വർക്കും കാര്യങ്ങളും ഗണേഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് തോറ്റു? അഹങ്കാരം. ഈ അടുത്ത സമയത്ത് സ്വന്തം ഭാര്യ പോലും വന്നിട്ട് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അവർ കണ്ണുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടു. ആ കാര്യങ്ങൾ കണ്ടിട്ടാണെങ്കിൽ പോലും അവർ പോലീസിനെ വിളിച്ച് പറഞ്ഞപ്പം പോലീസ് വന്നിട്ട് ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവും ഗുലാനും ഒന്നായി. അവസാനം മണ്ടരായതാരാ? ഇലക്ഷൻ ആയപ്പോൾ അണ്ണൻ അറിയാം ആരെയൊക്കെ വളയ്ക്കാനും തിരിക്കാനും മറച്ചടിക്കാനും ആണെന്ന് നല്ല രീതി അറിയാം. ഓക്കെ, ഇദ്ദേഹം തോറ്റിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ചെയ്തതിൻ്റെ കർമ്മയാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ കാര്യത്തിലോട്ട് തുടങ്ങാം. ഇദ്ദേഹം തോറ്റത് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് കൊടുത്തേര്, അഭിപ്രായം നല്ല രീതി കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കണം. പരമാവധി ഈ വിഷയം ആൾക്കാരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്തേക്കുക. ഇത് ഉമ്മൻചാണ്ടിയുടെ വിജയമാണ്. ഉമ്മൻചാണ്ടി ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഇതങ്ങ് നിരത്തിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ വിജയമാണത്. കാരണം ഇദ്ദേഹം കാണിച്ച ഒരു തോന്നിവാസം. ഉമ്മൻചാണ്ടി പറഞ്ഞെന്താണ്, ഗണേശേ ഇപ്പോൾ തൽക്കാലം ഒന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടതിന് ശേഷം നേരെ അപ്പുറത്തോട്ട് ചാടി, LDFിലോട്ട് ചാടി അവിടെ നിന്നിട്ട് ഇദ്ദേഹത്തിനിട്ട് താങ്ങി. 10 വർഷം 25 വർഷം അദ്ദേഹം ആ മണ്ഡലത്തിൽ നിന്നെന്ന് പറഞ്ഞു. ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടോ തോറ്റുപോയത്. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല തോറ്റു പോകുന്നുള്ള കാര്യം. ഞാൻ ഷോക്കായി പോയൊരു സംഭവമാണത്. കാരണം ഗണേശ് ജയിക്കും, എൻ്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ എങ്ങനെയായാലും ഒരു വോട്ടിനെങ്കിലും ജയിക്കും. ജനങ്ങൾക്ക് കാര്യം മനസ്സിലായെങ്കിലും കുറേ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എൻ്റെ ഗണേശേട്ടൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാം മോളിൽ ഇരിക്കുന്നവൻ കാണുന്ന ഈ കർമ്മയെന്ന് പറഞ്ഞ് ഇതാണ്. ഇനി അവിടുത്തെ ജനങ്ങളുടെ കുറച്ച് പ്രതിഷേധമൊക്കെ കണ്ടിട്ട് വരാം. നമ്മളെ എത്ര കാലം ചോര കുടിച്ച ഗണേശ് രണ്ടുണ്ട്. വീട്ടിലൊക്കെ പണി സ്വന്തം പാർട്ടിക്കാരാ പറയുന്ന സ്വന്തം പാർട്ടിക്കാര്. ഇത് 10 ആൾക്കാർ കാണണമെങ്കിൽ പരമാവധി ഷെയർ ചെയ്തു. പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ കാണുന്ന ആൾക്കാരോട്. ഞാൻ യൂട്യൂബിൽ ഇടുന്ന വീഡിയോ ഫേസ്ബുക്കിലോട്ട് ഇടുന്നതേ ഉള്ളൂ. പരമാവധി ആൾക്കാരുടെ അടുത്ത് എത്തിക്കുക. ഇത് സന്തോഷത്തിന്റെ രാഹുലാണ്. ഇങ്ങനെ ആഘോഷിച്ച ഞങ്ങളെ 3 മാസത്തോളം ഇടങ്ങറാക്കിയത് ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രതികാരം അതിനെ നാണക്കേടല്ലേ പിന്നെ മാധ്യമങ്ങൾക്കും. ഇവൻ സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉമ്മൻചാണ്ടിയുടെ മകൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം. ഓക്കെ, പത്തനാപുരമാണെങ്കിൽ ഞാൻ എൻ്റെ പ്രചരണം 71 മണ്ഡലത്തിൽ പോയി എന്ന് പറയാം. അതിൽ തുടങ്ങിയതും പത്തനാപുരത്ത് നിന്നാണ്. കൊട്ടിക്കലാശത്തിനെത്തിയത് പത്തനാപുരം മുതൽ പത്തനാപുരം വരെ ആയിരുന്നു. അതിന് അദ്ദേഹം ശ്രീ ജ്യോതികുമാർ ചാമക്കാല 5 വർഷം
ആ വ്യക്തി അദ്ദേഹം മണ്ഡലത്തിൽ നിന്ന് പൂർണ്ണമായി പ്രവർത്തിച്ച് അവിടുത്തെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളായി അദ്ദേഹം ചെയ്ത 5 വർഷത്തെ പ്രവർത്തനത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണ്. പക്ഷെ കൂടുതലും അവിടെ ചെന്ന് നോക്കിയപ്പോൾ പ്രചരണം ഒരുപാട് അപ്പയെ തന്നെ മുൻനിർത്തിയായിരുന്നു പല സ്ഥലത്തും ഞാൻ അവിടെ ചെന്ന് പ്രചരണം കണ്ടത്. ഒരുപാട് ഈ സോളാർ വിഷയത്തിൽ ഈ അപ്പേ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ കളിയാക്കുന്നുണ്ട് കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട്. പണ്ട് മുതലുള്ള ഒരു കാര്യമാണ്, ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനില്ലെങ്കിലും പുള്ളിയുടെ പവർ എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. പുള്ളിയുടെ മോള് അവിടെ ഉണ്ടായിരുന്നു, കാരണം ഗണേഷിന്റെ പതനം കാണാൻ അവിടെ ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥിയുടെ എല്ലാ കാര്യത്തിനും വോട്ട് മേടിക്കാനാണെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്നു. റിസൾട്ട് എന്നൊക്കെ പറഞ്ഞ ഇതാണ്, ഞാൻ ശരിക്കും ഷോക്കായ ഒരു റിസൾട്ടാണിത്. എനിക്ക് പോലും ഒരു പ്രതീക്ഷയില്ലാത്ത ചില കാര്യങ്ങളാണ് നടന്നു പോയതൊക്കെ. എന്തിന് സാക്ഷാൽ പിണറായി വിജയൻ 6 റൗണ്ട് കടന്ന് മഷി എണ്ണീന്നാകട്ടെ, മഷി എൻ്റെ പൊന്നൊരു വല്ലാത്ത ലക്ഷം. അപ്പൊ മാനസികമായി ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷെ അത് അങ്ങനത്തെ പല പല എല്ലാ വിഷയത്തിനുമുള്ള രാഷ്ട്രീയപരമായ ഉത്തരമാണ് മെയ് 4-ാം തീയതി വരാൻ പോകുന്നതെന്ന് ഞാൻ നേരത്തെ മീഡിയയ്ക്ക് കൊടുത്തിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് അത് ജനങ്ങൾ ആ രാഷ്ട്രീയപരമായുള്ള വിഷയങ്ങൾക്കുള്ള ഉത്തരമാണ് ഏപ്രിൽ 9-ാം തീയതി കുത്തിരിന്ന് നമ്മൾ അറിഞ്ഞ വൻപിച്ച വിജയം. അതാണ് ഇത് ഉമ്മൻചാണ്ടിയുടെ വിജയമാണ് സത്യമായിട്ടും. കാരണം അദ്ദേഹം നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോഴേ മീഡിയക്കാർക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നത്. ആഷ്മയൊക്കെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ അന്നൊക്കെ എല്ലാവരും കൂടെ വലിച്ചു കീറുകയായിരുന്നു അദ്ദേഹത്തിനെ. അതും ആ സമയത്ത് അതിന് ആരോഗ്യം പോലും ഇല്ല. ആ മനുഷ്യൻ ഈ സരിത എന്ന് പറയുന്ന, അതായത് ഇവൻ്റെ ഈ പറയുന്ന ഗണേഷ് കുമാറിൻ്റെ പുള്ളിക്കാരൻ വെച്ചുകൊണ്ടിരുന്ന, അങ്ങനെയാണ് വേണമെങ്കിൽ പറയാം. ഞാൻ വേറെ കുറച്ച് കഥകളൊക്കെ ഉണ്ട്, അതിലോട്ട് ഞാൻ പറയുന്നില്ല. കുട്ടിയുടെ കഥകളൊക്കെ ഉണ്ടെന്ന് ഞാൻ സംസാരിക്കുന്നതാണ്. ഇവൻ ചെയ്ത പാവം ആ പാവത്തിൻ്റെ തലയെ കൊണ്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് അവർ വന്നിട്ട് പറഞ്ഞ എന്താണ്, വലിച്ചെറിഞ്ഞു. ഉമ്മൻചാണ്ടി വലിച്ചെറിഞ്ഞു. ഇപ്പുറത്ത് KC വേണുഗോപാൽ പിടിച്ച് കട്ടിലേക്ക് കയറ്റി വെച്ചു. എന്തൊക്കെ കഥകളായിരുന്നു അന്ന് സംസാരിച്ചത്. മീഡിയ ആഘോഷിക്കുകയായിരുന്നു. ആ പാവത്തിൻ്റെ തലക്കേറ് കൊണ്ടതൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല. ഇനി അണ്ണൻ എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഒന്നുമല്ല, രാവിലെ എണീച്ചാൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കോമാളിത്തരങ്ങൾ കാണിക്കും. അപ്പം നമുക്ക് നിങ്ങൾക്ക് നല്ല കണ്ടന്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഒന്നുമില്ലാതെ പെട്ടിക്കാതിരിക്കുന്ന വോട്ടിനെ ചൊല്ലി എന്തെല്ലാം കണ്ടന്റ് കിട്ടി 1 മാസങ്ങളിൽ. എത്ര മുഖ്യമന്ത്രിമാർ. ഇപ്പം മുഖ്യമന്ത്രി കസേരയ്ക്ക് വരാൻ മുഖ്യമന്ത്രി ബെഞ്ചിടുന്നതാണ് നല്ലത്. ആദ്യം സ്വന്തം കുടുംബം നന്നാക്കാൻ നോക്ക്, എന്നിട്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇറങ്ങാൻ നോക്ക്. അതാണ് നല്ലത്. സ്വന്തം ഭാര്യ ഇയാൾക്കെതിരെ സംസാരിച്ചതും അതും അവർ കണ്ട രണ്ടാമത്തെ ഭാര്യയുടെ കേട്ടോ പറയുന്നത്. ആദ്യത്തെ ഭാര്യ മൊത്തം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ഭാര്യ വന്നതിന് ശേഷം അവരുടെ മുമ്പിൽ നടന്ന കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്രീരേഖ IPS വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവരെ വിളിച്ചാൽ മതി, അവർ പോലീസിനെ വിടാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ വേറെ ഒരു സ്ത്രീയായിട്ട് പുള്ളിയുടെ കുറച്ച് കുത്സിത പരിപാടികളും കാര്യങ്ങളൊക്കെ അവരത് കണ്ട് വീഡിയോ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ദേ കിടക്കുന്നു. ഗണേഷ് കുമാർ ചാടി എണ്ണിച്ചിട്ട് ഡ്രൈവറിനോട് അവിടുത്തെ ജോലിക്കാരനോട് പറഞ്ഞ് അവരുടെ നിന്ന് ഫോൺ തട്ടിപ്പിടിക്കാനാണ്. വലിച്ച് അവരെ റൂമിലിട്ട് പൂട്ടിയിടുക വരെ ചെയ്തു. ഈ അടുത്ത് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിങ്ക് പോലീസിനെ വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ ആരാ മന്ത്രിയുടെ വീടല്ലേ, പവർ ആ പവർ കൊണ്ട് ഇവൻ രക്ഷപ്പെട്ട്. ഇനി ഇവനെന്തെങ്കിലും ഒരു തോന്നിയ ദിവസം കാണിക്കുകയാണെങ്കിൽ അവർ വിളിച്ച് പറഞ്ഞാൽ തീർത്തിരിക്കും ഉറപ്പാ. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ. VD സതീശൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പണ്ടൊക്കെ കോൺഗ്രസിന് ഭരണം കിട്ടുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് മറക്കുമെന്ന്. ഇനി അങ്ങനെ മറക്കത്തില്ലെന്ന്. കാരണം 10 വർഷത്തെ കാര്യങ്ങൾ കിടപ്പുണ്ട്. അവർ മറക്കത്തില്ല. അത് ഓർത്ത് വെച്ചാൽ നല്ലത്. അതുകൊണ്ട് മര്യാദക്കൊക്കെ ഗണേഷ് കുമാറെ നടന്നു പോയാൽ നല്ലത്. നിരന്നിരിക്കാം ഒരു 4-5 പേർക്ക്. മുഖ്യമന്ത്രി ബെഞ്ച്, പിന്നെ ഉപമുഖ്യമന്ത്രിക്ക് ബെഞ്ച്, ഈ കസേര എന്നുള്ള സങ്കല്പം, മുഖ്യമന്ത്രി കസേര എന്നുള്ള ബെഞ്ച്. ഇനിയിപ്പോൾ ആൾക്കാരാണ് ഇനിയിപ്പോൾ അങ്ങനെ ആണെന്നെങ്കിൽ ഏതെങ്കിലും അവരുടെ അടുത്തിന് അടി ഉള്ളിൽ നടക്കുന്ന വേറൊരു അടി ഉണ്ടായും കാണാത്തത്, മന്ത്രിയാകാനുള്ള അടി, പിന്നെ ഘടകകക്ഷികൾ വകുപ്പിനുള്ള അടി. ഒരുപാട് അടികൾ കണ്ടതാണ് പുള്ളിക്കാരൻ. കാരണം പുള്ളിക്കാരൻ്റെ പണ്ട് ഇതുപോലെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഞാനൊരു കാര്യം എല്ലാവരോടും തുറന്നു പറയാം. നമ്മൾ ഈ വോട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. നമ്മുടെ ജനങ്ങളുടെ വേലക്കാരാണ് ഈ പറയുന്ന മന്ത്രിമാർ. അവരെ കാണുമ്പോൾ വണങ്ങോ തൊഴുവതിൻ്റെ ആവശ്യമില്ല. ഇലക്ഷൻ സമയമാകുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് വോട്ട് ചോദിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ അടുത്ത് വന്ന് തൊഴും. ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ നമ്മൾ എന്നിട്ട് അവരുടെയൊക്കെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ്. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ജനങ്ങൾ നേതാവെന്നല്ല, നമ്മളാക്കിയ നേതാവ് നമുക്ക് വേണ്ടിയുള്ള നേതാവാണ്. അതാരോ ആയിക്കോട്ടെ, LDF ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ആരോ ആയിക്കോട്ടെ, നമ്മുടെ ആവശ്യങ്ങൾ നേടിത്തരിക. അതിനു വേണ്ടിയാണ്. അത് നേടി തന്നിട്ടില്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ അതിനുവേണ്ടി സംസാരിക്കണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ 5 വർഷത്തിൽ 2 മാസമേ ഉള്ളൂ നമുക്ക് അധികാരം കിട്ടുന്നത്. എന്ന് വെച്ചാൽ വോട്ട് സമയത്ത്. നമ്മുടെ വോട്ടിൻ്റെ പവർ കൊണ്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് എന്ത് ആനുകൂല്യങ്ങളും കാര്യങ്ങളും കിട്ടാറുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് ആ MLA ധൈര്യമായിട്ട് ഇരുന്നിട്ട് കാര്യം സംസാരിക്കണം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ള സമയമാണ്. അല്ലെങ്കിൽ ഒരു FB-ലോ ഫേസ്ബുക്കിലോ എടുത്തൊരു ഫോട്ടോ, ഒരു വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇട്ടേക്കണം. അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിനെ കോൺടാക്ട് ചെയ്താലും മതി.
നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നേടിത്തരാനുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് നമ്മളും ചെയ്തു തരാം. നമ്മുടെ വേലക്കാരാണ് ഇവന്മാരൊക്കെ, ആരും ആയിക്കോട്ടെ, ഈ മന്ത്രിമാരായാലും. കാരണം നമുക്ക് പോയി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവർ നമുക്ക് ആർക്കും അറിയാമല്ലോ, ഇത്രയും ജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനൊരാളെ തിരഞ്ഞെടുക്കും. അതാണ് MLAയും MP ഒക്കെ പറയുന്ന ആൾക്കാർ. അവരെ കാണുമ്പോൾ കുമ്പിട്ട് തൊഴാനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. പറഞ്ഞ് മനസ്സിലായാലും ഒന്നും കൂടെ ഞാൻ അതിലെടുത്ത് പറയാം. മികച്ച വകുപ്പുകൾക്ക് വേണ്ടിയുള്ള അടി, പിന്നെ അങ്ങനെ പല പല അടികൾ ഇപ്പൊ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയും, നിങ്ങൾ ഈ മുഖ്യമന്ത്രി പദത്തിനുള്ള അടി മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മറ്റടികൾ വല്ലതീകം നടക്കുന്നുണ്ട്. മലബാറിലെ മലപ്പുറം ജില്ലയിലും ലീഗിന് മുൻതൂക്കമുള്ള സ്ഥലമാണ്. അവിടെ ലീഗിന് കിട്ടുന്ന സീറ്റ് നേരത്തെയും കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടുന്നില്ല. നമ്മളെതിരെ അഭിപ്രായമില്ല, അതവിടെ കാണും. അത് UDFന്റെ കയ്യിലുള്ളതാണ്. അഡീഷണൽ ആയിട്ട് കിട്ടുന്നതിനെ കുറിച്ചാണ്. പിന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ മുഖവിലേക്ക് എടുത്തു, അതിന്റെ പേരിൽ വൈരാഗ്യത്തോടെ പെരുമാറുന്നൊക്കെ പറയാൻ വെള്ളാപ്പള്ളി നടേശൻ LDFന്റെ ഭാഗമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് അതിനൊന്നും സാധ്യതയൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുന്നു, അത് കേൾക്കുന്നവർ ഇവിടെ കൂടെ കേൾക്കുന്നു, ഇവിടെ കൂടെ വിടുന്നു. അങ്ങനെ അത് അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ഇത് സീരിയസ് ആയിട്ട് എടുത്താൽ പിന്നെ എന്നും വിഷമിക്കാനല്ലേ സമയം കാണും. അദ്ദേഹത്തിന്റെ വാക്കുകൾ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ എന്നും വിഷമിക്കാൻ്റെ സമയം കാണും. അതുകൊണ്ട് അത് ആരും സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പഞ്ചായത്ത് ഇലക്ഷനിൽ കുറച്ച് ചർച്ച ചെയ്തിരുന്നു എന്നുള്ളത് ശരിയാണ്. ഈ ഇലക്ഷനിൽ അത്തരം വിഷയങ്ങളല്ല ചർച്ച ചെയ്തത്. പ്രധാനമായിട്ടും വികസന വിഷയങ്ങളാണ് സംബന്ധിച്ചത്. പത്തനാപുരത്തെ സംബന്ധിച്ച് വികസന വിഷയങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. പക്ഷേ UDF ചർച്ച ചെയ്തത് വേറെ ചില വിഷയങ്ങളാണ്. അതിന്റെ റിസൾട്ട് നാളെ രാവിലെ അറിയാം. ഓക്കെ, അറിഞ്ഞല്ലോ, അറിഞ്ഞു കാണുമല്ലോ. തോറ്റു കഴിഞ്ഞാൽ പുള്ളിയുടെ സംസാരവും കാര്യങ്ങളും ഒക്കെ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ഞാൻ വെക്കുന്നുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വരുന്നൊരു കാര്യമാണ്. എന്തായാലും എൻ്റെ ഗണേഷ് കുമാറെ, കാരണം ഇപ്പോഴത്തെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം ഇവനെ ട്രോളാനുള്ളതുണ്ട്. ഇത് മതി ഇപ്പോൾ തൽക്കാലം. നിങ്ങൾക്ക് ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. അതാണ്, ആ മനുഷ്യനോട് ചെയ്ത ഒറ്റ ദ്രോഹം കൊണ്ടാണ് ഈ വ്യക്തി തോറ്റത്. പക്ഷേ ഈ വ്യക്തിയുടെ അത്യാവശ്യം നല്ല നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ. പക്ഷെ പാണിപ്പോയി. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.